കോന്നിയിൽ കണ്ടതാണ് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ യഥാർത്ഥ ചിത്രം. പണം വച്ച് ആളെ കയറ്റി ലക്ഷങ്ങൾ ഖജനാവിലേക്ക് എത്തിക്കുന്ന സർക്കാർ. പക്ഷേ അപകട കാരണമായത് കണ്ടാലും മാറ്റില്ല. പത്തനംതിട്ട കോന്നി ആനക്കൊട്ടിലെ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അടൂർ കടമ്പനാട് അജിയുടെയും ഷാരിയുടെയും മകൻ അഭിറാമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഉച്ചയ്ക്കാണ് സംഭവം. കളിക്കുന്നതിനിടെ തൂണിൽ പിടിച്ചപ്പോൾ തൂൺ ഇളകി കുഞ്ഞിന്റെ തലയിൽ വീഴുകയായിരുന്നു. തൂണിന് 4.5 അടിയോളം ഉയരമുണ്ടായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കേരളത്തിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ സന്ദർശകർക്ക് ജീവനുമായി പോകാം. അടിസ്ഥാന പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാത്തതിന്റെ ഫലമാണ് കോന്നി അപകടം. ദിവസേന ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വരുമാനം സഞ്ചാരികളിൽ നിന്ന് വനം വകുപ്പിന് കിട്ടുന്നു. പക്ഷേ സന്ദർശകർക്ക് രക്ഷയൊരുക്കാൻ വേണ്ടതൊന്നും ചെയ്യുന്നില്ല. അപകടത്തെക്കുറിച്ച് കോന്നിയുടെ ചുമതലയുള്ള റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. പ്രദേശത്ത് ബലക്ഷയം സംബന്ധിച്ച പരിശോധന നടത്തിയില്ല. സുരക്ഷാ പരിശോധന നടത്തുന്നതിലും വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച വനം മന്ത്രിക്ക് കൈമാറും. രാവിലെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം കല്ലേരി അപ്പൂപ്പൻകാവ് ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് അഭിറാം ആനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് ഫോട്ടോ എടുക്കാനായി തൂണിൽ പിടിച്ച് കളിച്ചപ്പോഴാണ് തൂൺ കുട്ടിയുടെ ദേഹത്തേക്ക് വീണത്. ആനത്താവള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന തൂണുകളിലൊന്നാണ് അപകടമുണ്ടാക്കിയത്. അതായത് കോടികളുടെ അഴിമതിയാണ് ഇത്തരം സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്നതും. തൂണ് സ്ഥാപിച്ച കരാറുകാരനെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ അതിലേക്കൊന്നും നടപടികൾ നീങ്ങില്ല. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് KU ജനീഷ് കുമാർ MLAയും പ്രതികരിച്ചു. ഉണ്ടായത് ദാരുണമായ സംഭവം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. കാലപ്പഴക്കം ചെന്ന തൂണുകളാണ് ഉള്ളത്. ഓരോ ദിവസവും ആനക്കൂട്ടിലെത്തുന്നത് ധാരാളം കുട്ടികളാണ്. അവിടെ ഇത്തരത്തിലൊരു അപകട സാധ്യത ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി കാണാൻ കഴിയണമായിരുന്നു. 5 വനംവകുപ്പിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായിരുന്നു ആ സമയത്ത് ചുമതലയുണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നുവെന്നും KU ജനീഷ് കുമാർ പറഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രൻ സംഭവത്തിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായ പരിശോധനകൾ ഉണ്ടാവേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോന്നി ആനക്കൂട്ടിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. നടത്തിപ്പുകാരുടെ വീഴ്ച മൂലം അപകടങ്ങൾ ഇനി ഉണ്ടാകരുത്. വീഴ്ചയുണ്ടായ ഉദ്യോഗസ്ഥർക്ക് നേരെ കർക്കശമായ നടപടി ഉണ്ടാകണം. താൽക്കാലികമായി ആനക്കൂട് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി എല്ലാവിധ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂവെന്ന് MLA പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 മണിയോടെയാണ് അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം കുട്ടിയെത്തിയത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് തൂണിൽ പിടിച്ചതോടെയാണ് കുട്ടിയുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് തൂൺ വീഴുന്നത്. കുട്ടിയുടെ നെറ്റിയിലായിരുന്നു തൂൺ വീണത്. വീഴ്ചയിൽ കുട്ടിയുടെ തല തറയിലിടിക്കുകയും ഗുരുതരമായി മുറിവേൽക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു.